കേരള PSCയുടെ ഹോട്ട് ടോപ്പിക്കായ പദ്ധതികളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് ഇതെല്ലാം. 2021 മുതൽ 2026 വരെ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും പദ്ധതികളുടെ ടോപ്പിക്കുകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനുകളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 1. കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടിയാണ് എ. ആശ്വാസനിധി, ബി. ഭൂമിക, സി. കാതോർത്ത്, ഡി. വൺ സ്റ്റോപ്പ് സെൻ്ററുകൾ. ആൻസർ ഓപ്ഷൻ സി, കാതോർത്ത്. ഒന്നുകൂടി. കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെ പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടിയാണ് കാതോർത്ത്. ക്വസ്റ്റ്യൻ 2. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രിയാണ് ഓപ്ഷൻ എ. കെ. ഗുജ്റാൾ, ബി. AB വാജ്പേയി, സി. മൻമോഹൻ സിംഗ്, ഡി. PV നരസിംഹറാവു. ആൻസർ AB വാജ്പേയി ആണ്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. ക്വസ്റ്റ്യൻ 3. കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. എ. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ബി. മെഡിസെപ്പ്, സി. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ്, ഡി. പ്രൈം മിനിസ്റ്റേഴ്സ് ആരോഗ്യ ഇൻഷുറൻസ്. ആൻസർ ബി. മെഡിസെപ്പ്. കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ബി. മെഡിസെപ്പ്. ക്വസ്റ്റ്യൻ 4. ഹരിത കേരള മിഷൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ. കേരളത്തിൻ്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക. ഓപ്ഷൻ ബി. കേരളത്തിൻ്റെ ദരിദ്രർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. ഓപ്ഷൻ സി. സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ ഡി. കാലാവസ്ഥ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക. ആൻസർ ഓപ്ഷൻ ബി. കേരളത്തിലെ ദരിദ്രർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുക. ഹരിത കേരള മിഷൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? ആൻസർ കേരളത്തിലെ ദരിദ്രർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ. 6 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ ബി. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ സി. 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ ഡി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്. ആൻസർ ഓപ്ഷൻ ബി. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ഫസ്റ്റ് നഗരമാണ് ഓപ്ഷൻ എ. കോഴിക്കോട്, ഓപ്ഷൻ ബി. തിരുവനന്തപുരം, ഓപ്ഷൻ സി. കൊല്ലം, ഓപ്ഷൻ ഡി. മലപ്പുറം. ആൻസർ ഓപ്ഷൻ എ. കോഴിക്കോട്. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതിയാണ് ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ഫസ്റ്റ് നഗരമാണ് കോഴിക്കോട്. വിശന്നിരിക്കുന്നവർക്ക് കോഴി കിട്ടുന്നെന്ന് ഓർത്താൽ മതി. കോഴിക്കോട് ഓർമ്മ വയ്ക്കും. ഇങ്ങനെ കോഡിലൂടെ പഠിച്ചാൽ കൂടുതലും ഓർത്തിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 7. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡാണ് ഓപ്ഷൻ എ. ന്യൂട്രോ ഇൻഗ്രീസിയൻസ് അവാർഡ്, ഓപ്ഷൻ ബി. CT അക്കാദമി ഓഫ് ന്യൂട്രീഷൻ അവാർഡ്, ഓപ്ഷൻ സി. നാഷണൽ ന്യൂട്രീഷൻ അവാർഡ് 2022,
ഓപ്ഷൻ ഡി ഗ്ലൈൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ആൻസർ ഓപ്ഷൻ ഡി ഗ്ലൈൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡാണ് ഗ്ലൈൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 8. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ താലോലം, ഓപ്ഷൻ ബി സുകൃതം, ഓപ്ഷൻ സി സമാശ്വാസം, ഓപ്ഷൻ ഡി മന്ദഹാസം. ആൻസർ താലോലം. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? താലോലം. ക്വസ്റ്റ്യൻ നമ്പർ 9. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ എ ആർദ്രം, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി സ്നേഹപൂർവം, ഓപ്ഷൻ ഡി വയോമിത്രം. ആൻസർ താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ ബി താലോലം. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിച്ച് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 10. കേരള സർക്കാരിൻ്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമപരിചാരകൻ്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നത് ഏത് പദ്ധതിക്കാണ്? ഓപ്ഷൻ എ ആശ്വാസകിരണം പദ്ധതി, ഓപ്ഷൻ ബി മംഗല്യ, ഓപ്ഷൻ സി സ്നേഹപർഷം, ഓപ്ഷൻ ഡി വയോമിത്രം. ആൻസർ ഓപ്ഷൻ എ ആശ്വാസകിരണം. കേരള സർക്കാരിൻ്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമപരിചാരകൻ്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നത് ഏത് പദ്ധതിക്കാണ്? ആൻസർ എ ആശ്വാസകിരണം പദ്ധതിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 11. പൂർണ്ണ ശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ താലോലം, ഓപ്ഷൻ ബി പ്രത്യാശ, ഓപ്ഷൻ സി സമാശ്വാസം, ഓപ്ഷൻ ഡി ആശ്വാസകിരണം. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഫയർമാൻ, ഫയർവുമൺ, ജൂനിയർ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള പരീക്ഷകളിൽ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പൂർണ്ണ ശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആശ്വാസകിരണം. ക്വസ്റ്റ്യൻ നമ്പർ 12. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏത്? ഓപ്ഷൻ എ വയോമിത്രം പദ്ധതി, ഓപ്ഷൻ ബി മന്ദഹാസം പദ്ധതി, ഓപ്ഷൻ സി സായപ്രഭ ഹോം പദ്ധതി, ഓപ്ഷൻ ഡി വയോ അമൃതം പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി വയോ അമൃതം പദ്ധതി. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് ഓപ്ഷൻ ഡി വയോ അമൃതം പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 13. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ ഓർ ബന്ധുഭവനങ്ങളിൽ താമസിച്ചു വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ സ്നേഹപൂർവം പദ്ധതി, ഓപ്ഷൻ ബി ആശ്വാസകിരണം പദ്ധതി, ഓപ്ഷൻ സി കാരുണ്യ പദ്ധതി, ഓപ്ഷൻ ഡി അക്ഷയ പദ്ധതി. ആൻസർ ഓപ്ഷൻ എ സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക്
സ്വഭവനങ്ങളിൽ ഓർ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 14. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ വാത്സല്യം, ഓപ്ഷൻ ബി നിർഭയ, ഓപ്ഷൻ സി ഓപ്പറേഷൻ വിജയ്, ഓപ്ഷൻ ഡി പിങ്ക് പോലീസ്. ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ വാത്സല്യ. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. ക്വസ്റ്റ്യൻ നമ്പർ 15. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം നിർവഹിച്ചതെന്നാണ്? ഓപ്ഷൻ എ 1998 മെയ് 17, ഓപ്ഷൻ ബി 1999 ഏപ്രിൽ 1, ഓപ്ഷൻ സി 1993 മെയ് 17, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ 1998 മെയ് 17. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാണ്? 1998 മെയ് 17. നമ്പർ 16. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ നിഴൽ പദ്ധതി, ഓപ്ഷൻ ബി നിർഭയ പദ്ധതി, ഓപ്ഷൻ സി ശക്തിസെൽ പദ്ധതി, ഓപ്ഷൻ ഡി പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. ഓപ്ഷൻ എ നിഴൽ പദ്ധതി. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്ത്? ഓപ്ഷൻ എ നിഴൽ പദ്ധതി. ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 17. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ എ മാലിന്യമുക്ത നവകേരളം, ഓപ്ഷൻ ബി തെളിഞ്ഞൊഴുകുന്ന നവകേരളം, ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ, ഓപ്ഷൻ ഡി ജൽ ജീവൻ മിഷൻ. ആൻസർ ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ, ഓപ്ഷൻ സി. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആശ്വാസകിരണം, ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം, ഓപ്ഷൻ സി സ്നേഹസാന്ത്വനം, ഓപ്ഷൻ ഡി ലൈഫ് മിഷൻ. ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം. ഭക്ഷ്യസ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? സുഭിക്ഷ കേരളം. ക്വസ്റ്റ്യൻ നമ്പർ 19. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ആർദ്രം പദ്ധതി, ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം പദ്ധതി, ഓപ്ഷൻ സി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്, ഓപ്ഷൻ ഡി ലൈഫ് മിഷൻ പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി ലൈഫ് മിഷൻ പദ്ധതി. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി ലൈഫ് മിഷൻ പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 20. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ഓപ്ഷൻ 1 ധ്വനി, 2 അമൃതം ആരോഗ്യം, 3 ശ്രുതിമധുരം, 4 കാതോരം. അതിൽ ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരി. അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. ക്വസ്റ്റ്യൻ നമ്പർ 21. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ചിയാക്,
ഓപ്ഷൻ ബി കാരുണ്യ, ഓപ്ഷൻ സി മെഡിക്ലെയിം, ഓപ്ഷൻ ഡി മെഡിസെപ്പ്. ആൻസർ ഓപ്ഷൻ ഡി മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി മെഡിസെപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 22. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഓപ്ഷൻ എ എൻ്റെ വീട്, ഓപ്ഷൻ ബി എൻ്റെ കൂട്, ഓപ്ഷൻ സി പാർപ്പിടം, ഓപ്ഷൻ ഡി ആശ്രയം. ആൻസർ ഓപ്ഷൻ ബി എൻ്റെ കൂട്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ ബി എൻ്റെ കൂട്. കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ സമന്വയ പദ്ധതി, ഓപ്ഷൻ ബി സ്വാശ്രയ പദ്ധതി, ഓപ്ഷൻ സി വിദ്യാകിരണം പദ്ധതി, ഓപ്ഷൻ സി വിദ്യാജ്യോതി പദ്ധതി. ആൻസർ ഓപ്ഷൻ എ സമന്വയ പദ്ധതി. കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ പേരെന്ത്? ഓപ്ഷൻ എ സമന്വയ പദ്ധതി. എല്ലാവരും ഇതൊരു മോക്ക് ടെക്സ്റ്റ് ആയിട്ട് എഴുതിയെടുത്തിട്ട് ഇതിന് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ, മറക്കരുതേ. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം.